നമസ്കാരം. ഞാൻ സിതാര മോഹൻ, ഹിപ്നോട്ടിക് കൗൺസിലർ, മൈൻഡ് പവർ ട്രെയിനർ, ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് സൈക്കോളജിക്കൽ റിസർച്ചർ. സിതാര മോഹൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വസ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നന്നായി പോകട്ടെ എല്ലാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് തന്നെയാണ്. ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ് നമ്മുടെ സബ്ജക്റ്റ്, മെയിൻ സബ്ജക്റ്റ് അത് തന്നെയാണ്. അതിനെക്കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് നമ്മൾ ഇതിനുള്ള മുമ്പുള്ള ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ പല ഭാഗങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പറയാൻ പോകുന്നത് ഇതിനു മുമ്പ് ചർച്ച ചെയ്ത കാര്യം തന്നെയാണ്, ഗ്രാറ്റിറ്റ്യൂഡ്. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് കൊണ്ടുള്ള ഗുണം, അല്ലെങ്കിൽ എന്തിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്? ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഇതിനു മുമ്പ് 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നുകൂടി ഒന്ന് ക്ലാരിറ്റിയോടെ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരണമെന്ന് തോന്നി. എങ്കിലേ നമ്മളത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം നമുക്ക് കിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പം അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും പറയുന്നത്, ഇപ്പം ഞാനായാലും മറ്റാരായാലും പറയുന്നത് കേട്ടിട്ടുണ്ടാവാം, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ നമുക്കെന്താ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു, നമുക്ക് നല്ല മാനിഫെസ്റ്റേഷൻ നടക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ചിലർ ചോദിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ? ഇതൊക്കെ ഉള്ളതാണോ? അതോ ഇതൊക്കെ വെറുതെ പറയുന്നതാണോ? എന്താണ് ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള വേർഷൻ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ നമ്മളത് അറിയണം. അത് അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മളൊരു സമയമെടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ആ സമയത്തിനുള്ളൊരു വാല്യൂ കൊടുക്കണ്ടേ? ആ സമയം നമ്മൾ ചിലവഴിക്കുന്നത് നമുക്കൊരു വാല്യൂ നമുക്ക് കിട്ടണം അല്ലേ? നമ്മളിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് എഴുതുകയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു ബെനിഫിറ്റ് കിട്ടണം. അതിന് വേണ്ടി ഒന്നെങ്കിൽ മനസ്സന്തോഷം അല്ലേ, അല്ലെങ്കിൽ ഹെൽത്ത്, അതല്ലെങ്കിൽ വെൽത്ത്, ജോബ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് കിട്ടണം. ഇതിനൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുന്നു? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇമേജ് കാണുമ്പോഴോ ബ്രെയിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. മനസ്സിലായി? ന്യൂറോൺസ് ആണ് ആക്റ്റീവാണ്, നല്ല രീതിയിൽ ആക്റ്റീവ് ആകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തുടർച്ചയായ റിപ്പീറ്റേഷൻ, തുടർച്ചയായ ഒരു കാര്യം നമ്മൾ ബ്രെയിനിലേക്ക് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ബ്രെയിൻ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതും പറയുന്നതും ശീലിക്കൊക്കെ അവിടെ രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മൾ ബ്രെയിനിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് ബ്രെയിൻ അത് സ്വീകരിക്കുകയും അതെന്താ ചെയ്യുന്നത്? ബ്രെയിൻ നമ്മൾ ഈ പറയുന്ന അഫർമേഷൻ ആയാലും എഴുതുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ആയാലും ഒക്കെ എന്താ ചെയ്യുന്നത്? ബ്രെയിൻ ഇതൊക്കെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. മെസ്സേജാണ്, ബ്രെയിൻ ഇതൊക്കെ ഒരു മെസ്സേജായിട്ട് കണക്കാക്കുകയാണ് നമ്മൾ കൊടുക്കുന്നത്. ബ്രെയിൻ വിചാരിക്കും, ഇപ്പം നമ്മൾ താങ്ക്ഫുൾ, നമ്മൾ നന്ദി എന്നുള്ള സംഭവം എഴുതുകയാണ്, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുകയാണ്, എനിക്ക് ഇന്നത് ലഭിച്ചതിന് നന്ദി. അപ്പോൾ നമ്മൾ എഴുതുമ്പം ബ്രെയിൻ മനസ്സിലാക്കുന്നത് എന്താ? ഇവരെന്തോ ചെയ്തിട്ടുണ്ട്, എന്തോ നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. അതിനാണ് ഈ ഒരു ഫീലിങ്സ് ഇവൻ തരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫീലിങ്സിലൂടെയും, ഞാൻ പറഞ്ഞു ഇമേജിലൂടെയും നമ്മുടെ മനസ്സിലേക്ക് ആവർത്തിച്ച് ഏതൊരു കാര്യം കൊടുത്താലും ബ്രെയിൻ എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് അത് കോപ്പി ചെയ്യും, രജിസ്റ്റർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള നല്ല വ്യക്തമായ ഇമേജ്, ഒരു കാഴ്ചപ്പാട്, ഒരു വിഷൻ ഉണ്ടാവണം. അത് നിങ്ങൾ അകക്കണ്ണുകൊണ്ട് കാണണം. ദാറ്റ് ഈസ് വിഷ്വലൈസേഷൻ. അകക്കണ്ണുകൊണ്ട് കാണുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കുന്നതെന്തോ, നിങ്ങൾ കാണുന്നതെന്തോ, നിങ്ങൾ ഫീൽ ചെയ്യുന്നതെന്തോ, അതാണ് നിങ്ങളുടെ ലൈഫ്. അതാണ് നിങ്ങളുടെ ലൈഫിലെ റിയാലിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് അതിനുള്ള ബെസ്റ്റ് മാർഗം, ഒരു ടെക്നിക്കാണ് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഗ്രാറ്റിറ്റ്യൂഡ്
ചിലർ വിചാരിക്കും ഇതെന്തോ ഭയങ്കര മന്ത്രമോ മിറാക്കിളാണ്, അതിൽ സംശയമില്ല. പക്ഷേ ഇതങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള മായമോ മന്ത്രമോ അങ്ങനത്തെ ഒരു മതപരമായിട്ടുള്ള അങ്ങനെ യാതൊരു സംഭവങ്ങളും അല്ല. ഇത് തികച്ചും സൈക്കോളജിക്കലായിട്ടുള്ള വിഷയമാണ്. പലർക്കും ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഇപ്പോൾ മനസ്സിലായി വരുന്നു. ശരിക്കും ചിലർ ആദ്യമായിട്ട് കേൾക്കുന്നവർ വിചാരിക്കും ഇതെന്തോ വേറെ എന്തോ സംഭവമാണ്. ഒന്നുമല്ല, ഇത് സൈക്കോളജിയാണ്. നമ്മളെ ബ്രെയിനിലേക്ക് ആവർത്തിച്ച് കൊടുക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളൊരു ഫീലിങ്സോടുകൂടി ഗ്രേറ്റ്ഫുൾനെസ്സോടുകൂടി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ബ്രെയിൻ രജിസ്റ്റർ ചെയ്യുകയും അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ വീണ്ടും അതൊരു മെസ്സേജായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ബ്രെയിന് ഇതിന് സമാനമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരും. അതങ്ങനെ വരാൻ പാടുള്ളൂ. അതാണ് യൂണിവേഴ്സൽ ലോ എന്ന് പറയുന്നത്. അതെല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. മനുഷ്യനായി ജനിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പവറിലാണ് വേരിയേഷൻ വരുന്നത്. ആ പവർ കൂട്ടാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തുടർച്ചയായ സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡുകളിലൂടെ, സൈക്കോളജിക്കൽ മെത്തേഡുകളിലൂടെ നമ്മൾ മിനിമം 21 days എക്സസൈസ് ബ്രെയിനിന് കൊടുക്കാൻ പറയുന്നത്. വേറെ ഒരു സംഭവമല്ല. മനസ്സിലായോ? അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് കൊണ്ടുള്ള കാര്യം ഇതാണ്. നമ്മൾ വെറുതെ എഴുതരുത്, വെറുതെ പറയരുത്. ഫീലിങ്സോട് കൂടി, ഇമോഷൻസോട് കൂടി, നിങ്ങൾ എന്താണോ എഴുതുന്നത് അതുമായി ബന്ധപ്പെട്ട ഇമേജോട് കൂടി മനസ്സിലേക്ക് കൊടുത്തുകൊണ്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് റിയാലിറ്റി ആയിട്ട് വരും. എപ്പോഴും പ്രപഞ്ചം ആ ഒരു ശക്തിയുമായിട്ട് നിങ്ങൾക്ക്, എനർജിയുമായിട്ട്, ആ ഊർജവുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നിൽക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മാക്സിമം പോസിറ്റീവായിരിക്കണം, പോസിറ്റീവായിട്ട് ചിന്തിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതെല്ലാം ക്യാച്ച് ചെയ്യും അല്ലേ? അപ്പോൾ നെഗറ്റീവും എന്ത് ചെയ്യും? കോപ്പി ചെയ്യും. നമ്മൾ ലൈഫിലൊക്കെ പലതും സംഭവിച്ചിട്ടുണ്ടാകാം, ശരിയാണ്. മനുഷ്യരല്ലേ, കഴിഞ്ഞു പോയ കാര്യങ്ങളുണ്ടാവാം, നടന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ടാവാം. നമ്മൾ വീണ്ടും ഇതിങ്ങനെ ആലോചിച്ചും വിഷമിച്ചിരിക്കുമ്പം സ്ട്രെസ് ഹോർമോൺസാണ് ശരീരത്തിലുണ്ടാവുന്നത്. നമുക്ക് ഗുണമില്ല. എന്നോ കഴിഞ്ഞതാവാം, പറഞ്ഞവരും ചെയ്തവരും ഒന്നും അത് ഓർക്കുന്നുകൂടി ഉണ്ടാവില്ല. നമ്മളത് ഓർത്തുകൊണ്ടിരിക്കും. നമ്മളെ സമയം പോകും, ലൈഫ് പോകും, നമുക്ക് ഡിപ്രഷനും വിഷാദവും നിരാശയൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കഴിഞ്ഞ പാഠങ്ങൾ, ലഭിച്ച പാഠങ്ങളിൽ നിന്നും ആർജവം ഉൾക്കൊണ്ട് മുന്നോട്ട് ഓരോ സ്റ്റെപ്പും വെച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദിവസം വരും. ആ ദിവസം നമുക്ക് കിട്ടുന്നത് വരെ നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക. മാനസികമായി, ശരീരം കൊണ്ടും നമ്മൾ പ്രയത്നിക്കണം അല്ലേ? പക്ഷെ പലരും പറയും കഠിനാധ്വാനം ചെയ്യണം. കഠിനാധ്വാനം ചെയ്യുന്നത് മനസ്സുകൊണ്ടാണ്. മനസ്സിന് വേണ്ട നല്ല രീതിയിലുള്ള പ്രാക്ടീസുകൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ചെറിയ രീതിയിൽ ശരീരം കൊണ്ട് പ്രയത്നിക്കുമ്പോൾ, വലിയ രീതിയിലും ഞാൻ ഒരിക്കലും പറയില്ല, ചെറിയ രീതിയിൽ നിങ്ങൾ പ്രയത്നിക്കുമ്പോൾ, മനസ്സുകൊണ്ടുള്ള പ്രാക്ടീസും ശരീരം കൊണ്ടുള്ള ഒരു ആക്ഷനും കൂടെ ആവുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും. അങ്ങനെ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത്, ആ വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.